Hello students, we are going to prove that intersection of our given family of walls is the box which we have formed using CJs. Cj equal to xj if we cannot find an index in A such that it is in I. എയിലുള്ള ഒരു ഇൻഡെക്സ് ഐ വരും. നമ്മെ ഒരു കോർഡിനേറ്റ് സ്പേസിൽ നിന്ന് സെറ്റ് എടുത്ത് വോള് ഫോം ചെയ്തിട്ടില്ല. അങ്ങനെയുള്ളപ്പോൾ നമ്മൾ CJ equal to xj എടുക്കും. ഒരു കോർഡിനേറ്റ് സ്പേസിൽ നിന്ന് പല സെറ്റുകൾ എടുത്ത് വോൾസ് ഫോം ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പല സെറ്റുകളുടെ x1 നിന്ന് പലരെ എടുക്കുന്ന എക്സാമ്പിൾ ഞാൻ പറഞ്ഞു. അവരുടെ എല്ലാ ഇന്റർസെക്ഷനെ നമ്മൾ x1 നിന്ന് എടുക്കുന്നെങ്കിൽ C1 എന്ന് വിളിക്കും. അങ്ങനെ xj എന്ന് എടുക്കുന്നെങ്കിൽ അതിനെ CJ എന്ന് വിളിക്കും. ഇപ്പൊ നമുക്ക് എല്ലാ സൈഡിനും CJs ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ആ പ്രോഡക്റ്റ് CIA ആണ് നമ്മൾ ബോക്സിന്റെ നൊട്ടേഷൻ ആയുള്ള പ്രോഡക്റ്റ് CIA B എന്നാണ് വിളിക്കുന്നത്. B എന്ന് നമ്മൾ വിളിക്കുക. അപ്പോൾ നമ്മളുടെ വോൾസ് തന്നിരുന്ന വോൾസിന്റെ ഇന്റർസെക്ഷൻ നമ്മളിപ്പോ പറഞ്ഞ തരത്തിൽ ഉണ്ടാക്കി B ആണ്. ഇന്റർസെക്ഷൻ ഓഫ് ഗിവൺ ഫാമിലി ഓഫ് വോൾസ് ആൽഫ എലമെന്റ് ഓഫ് എ ഉണ്ടല്ലേ, ഈക്വൽ ടു B എന്ന് പ്രൂവ് ചെയ്യാൻ പോവാം. ഇവിടുന്ന് തുടങ്ങണ്ട കേട്ടോ, ശരിക്കും പറഞ്ഞു. ഇന്റർസെക്ഷൻ ഓഫ് വോൾസ് ഈസ് എ ബോക്സ്. തിരിച്ചപ്പോഴേക്കുന്നത് B ഈക്വൽ ടു, പക്ഷെ കിട്ടുന്നത് തന്നെയാണ് ഇന്റർസെക്ഷൻ ഓഫ് W ആൽഫ. അപ്പൊ ഇവ രണ്ട് സെറ്റ്സ് ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്യാം. അതിന് ആദ്യത്തെ സെറ്റ് രണ്ടാമത്തെ സബ്സെറ്റ് ആണെന്നും രണ്ടാമത്തെ ആദ്യത്തെ സബ്സെറ്റ് ആണെന്നും നമുക്ക് പ്രൂവ് ചെയ്യണം. എവിടെ നിന്ന് വേണേലും തുടങ്ങാം. അതുകൊണ്ട് നമ്മൾ B എന്നൊരു പോയിന്റ് എടുക്കുന്നു. B പ്രോഡക്റ്റ് സ്പേസിലെ ഒരു സബ്സെറ്റ് ആണ് B. അപ്പൊ ആ ബിയിൽ നിന്ന് ഞാനൊരു പോയിന്റ് എടുക്കാൻ പോവാം. ലെറ്റ് എക്സ് എലമെന്റ് ഓഫ് B. എക്സ് ബിയിൽ നിന്ന് എടുത്തു. എക്സ് ബിയിൽ നിന്ന് എടുത്താൽ നിങ്ങൾക്കറിയാലോ B എന്നല്ല എടുത്തേ. B എന്ന് പറയുന്നത് ഈ പ്രോഡക്റ്റ് CI ആ. എക്സ് ബിയിൽ നിന്ന് എടുത്താൽ അതിന്റെ ith എന്ന് പറയണോ jth എന്ന് പറയണോ? എക്സ് ബിയിൽ നിന്ന് എടുത്താൽ πjx എന്ന് പറയുന്നത് എവിടെയായിരിക്കും? B ഗോൾഡ് പ്രോഡക്റ്റ് CI അത് CJയിലായിരിക്കും. πjx CJയിലായിരിക്കും. പിന്നെ നമുക്ക് ആൽഫ എലമെന്റ് ഓഫ് എ ആണെങ്കിൽ പ്രാധാന്യമുള്ളൂ. അതുകൊണ്ട് ആൽഫ എലമെന്റ് ഓഫ് എക്ക് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ J ആൽഫ എലമെന്റ് ഓഫ് ഐ ആ പറയുന്നത്. πj ആൽഫ എക്സ് എലമെന്റ് ഓഫ് CJ ആൽഫ ഈ പ്രോഡക്റ്റ് CIയില് ഇൻഡെക്സ് ആൽഫായി വന്നിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഓളിന്റെ പാർട്ട് ആവുന്നുള്ളൂ. സോ ആൽഫ എലമെന്റ് ഓഫ് എ ആൻഡ് എക്സ് എലമെന്റ് ഓഫ് ബി ഒരുമിച്ച് പരിഗണിക്കുന്നതാണല്ലോ. എക്സ് എലമെന്റ് ഓഫ് ബി ആൻഡ് ആൽഫ എലമെന്റ് ഓഫ് എ മീൻസ് πj ആൽഫ ഓഫ് എക്സ് എലമെന്റ് ഓഫ് ഒന്നുമില്ല, എക്സിന്റെ jth കോർഡിനേറ്റ് ബോക്സിൽ നിന്ന് എടുത്ത് ബോക്സിന്റെ jth സൈഡിലായിരിക്കും. ബോക്സിന്റെ jth സൈഡ് എല്ലാ കുറച്ച് ഫുള്ളല്ലേ, അതുകൊണ്ടൊന്നും നോക്കേണ്ട കാര്യമില്ല. ഫുള്ളല്ലാതെ വന്നത് ആൽഫ എലമെന്റ് ഓഫ് എയില് നമ്മളുടെ പ്രോഡക്റ്റിന്റെ ഇൻഡെക്സ് ഉള്ളപ്പോഴാണ്. പ്രോഡക്റ്റിന്റെ ഇൻഡെക്സ് ഉള്ളപ്പോൾ ആൽഫ എലമെന്റ് ഓഫ് എയിലുള്ളതാണ് എന്നൊക്കെ കാണിക്കാൻ J ആൽഫ നമ്മൾ ഇൻഡെക്സ് ആയിട്ട് ഉപയോഗിച്ചിരുന്നു. πj ആൽഫ എക്സ് എലമെന്റ് ഓഫ് CJ ആൽഫ എന്ന് നമുക്കപ്പോ പറയാൻ പറ്റും. πj ആൽഫ എക്സിനെ നമുക്ക് J ആൽഫയെ J എന്ന് നമ്മൾ ഡിനോട്ട് ചെയ്യുന്ന സ്ഥിതിക്ക് നമുക്കിതിനെ ഇങ്ങനെ മാറ്റി എഴുതാം. πj ആൽഫ എക്സ് എന്ന് പറയുന്നത് πjx തന്നെയാണ്. πjx എലമെന്റ് ഓഫ് J ആൽഫ ഈക്വൽ ടു J എന്ന് വിളിക്കുന്നുണ്ട്. πjx എലമെന്റ് ഓഫ് CJ എന്ന് കിട്ടി. ഈ CJ എങ്ങനെയാ ഫോം ചെയ്തത്? ഇന്റർസെക്ഷൻ ഓഫ് BJ ആൽഫയാ. അപ്പൊ CJ കറസ്പോണ്ടിങ് BJ ആൽഫയുടെ സബ്സെറ്റ് ആയിരിക്കും. CJ സബ്സെറ്റ് ഓഫ് BJ ആൽഫ. അപ്പൊ ഇവിടുന്ന് എക്സ് ബിയിലാണെങ്കിൽ അതിന്റെ jth കോർഡിനേറ്റ് ഇപ്പൊ നമുക്ക് BJ ആൽഫയിൽ കിട്ടിയിട്ടുണ്ട്. അല്ലെങ്കിൽ ഇതിനെ ഇങ്ങനെയും പറയാം, എക്സ് എലമെന്റ് ഓഫ്, ഇത് ശരിയല്ലേ, πj ആൽഫ ഇൻവേഴ്സ് ഓഫ് BJ ആൽഫ, πjx എലമെന്റ് ഓഫ് BJ ആൽഫ, എക്സ് എലമെന്റ് ഓഫ് πj ആൽഫ ഇൻവേഴ്സ് ഓഫ് BJ ആൽഫ എന്ന് വേണമെങ്കിലും പറയത്തില്ലേ. πj ആൽഫ ഇൻവേഴ്സ് ഓഫ് BJ ആൽഫ എന്ന് പറയുന്നത് എന്നാ? അതാ നമ്മളുടെ വോള് W ആൽഫ ഇംപ്ലൈസ് എക്സ് എലമെന്റ് ഓഫ് W ആൽഫ ഫോർ ഓൾ ആൽഫ എലമെന്റ് ഓഫ് എ. എക്സ് ബിയിലുണ്ടെങ്കിൽ എക്സ് W ആൽഫയിലുണ്ട് ഫോർ ഓൾ ആൽഫ എലമെന്റ് ഓഫ് എ. എക്സ് ബിയിലുണ്ടെങ്കിൽ ആൽഫ എലമെന്റ് ഓഫ് എ പരിഗണിച്ചാൽ നമ്മളിപ്പോ അങ്ങനെ പരിഗണിച്ച് ആൽഫ എലമെന്റ് ഓഫ് എ എടുത്താൽ ഇങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞു. എക്സ് ബിയിലുണ്ടെങ്കിൽ ആൽഫ എലമെന്റ് ഓഫ് എ ഏത് പരിഗണിച്ചാലും എക്സ് ആ W ആൽഫയിലുണ്ട്.
എക്സ് എല്ലാ ഡബ്ല്യു ആൽഫയിലും ഉണ്ടെങ്കിൽ എക്സ് ഇന്റർസെക്ഷനിലും ഉണ്ട്. എക്സ് എലമെന്റ് ഓഫ് ഇന്റർസെക്ഷൻ ഡബ്ല്യു ആൽഫ എന്നും ഇന്റർസെക്ഷൻ ആൽഫ എലമെന്റ് ഓഫ് ഡബ്ല്യു ആൽഫ എന്നും നമുക്ക് അതിനെ അവിടെ ആൽഫ എലമെന്റ് ഓഫ് എടുത്ത് എക്സ് ബിയിലുണ്ട്. എയിലുള്ള ഇൻഡെക്സുകൾ നമുക്ക് നോക്കിയാൽ മതി. ഇൻഡെക്സ് സെറ്റിലെ മുഴുവനും കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് ഡിഫൈൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഇൻഡെക്സ് സെറ്റിലെ മുഴുവനും നോക്കണ്ട. ഇന്റർസെക്ഷൻ ഡബ്ല്യു ആൽഫയിൽ ഉണ്ടെന്ന് പറഞ്ഞാൽ മതി. അതുകൊണ്ടാണ് ആൽഫ എലമെന്റ് ഓഫ് എന്നിവിടെ എടുത്ത് ചെയ്യുന്നത്. എക്സ് ബിയിലുണ്ട്. ആൽഫ എലമെന്റ് ഓഫ് എ എടുത്താൽ എക്സിന്റെ എല്ലാ കോർഡിനേറ്റ്സിനെ പറ്റിയും പറയാം, എയിലുള്ള കോർഡിനേറ്റ്സിനെ പറ്റി പറയാം. പൈ ജെ ഓഫ് എക്സ് എലമെന്റ് ഓഫ് സി ജെ എന്ന് പറയാം. അതില് ജെ എലമെന്റ് ഓഫ് ഐ മുഴുവൻ പരിഗണിക്കണ്ട. എയിൽ വരുന്ന ഇൻഡെക്സ് ആണെങ്കിൽ പൈ ജെ ആൽഫ ഓഫ് എക്സ് എലമെന്റ് ഓഫ് സി ജെ ആൽഫ എന്ന് നമുക്ക് പറയാം. പൈ ജെ എക്സ് എലമെന്റ് ഓഫ് സി ജെ ഡെഫിനിഷൻ അനുസരിച്ച് ഇന്റർസെക്ഷൻ ബി ജെ ആൽഫ ആണ്. അതുകൊണ്ട് സി ജെ ഇസ് എ സബ്സെറ്റ് ഓഫ് ബി ജെ ആൽഫ എന്ന് പറയാം. എക്സ് എലമെന്റ് ഓഫ് പൈ ജെ ആൽഫ ഇൻവേഴ്സ് ഓഫ് ബി ജെ ആൽഫ എന്ന് പറയാം. പൈ ജെ ആൽഫ ഇൻവേഴ്സ് ഓഫ് ബി ജെ ആൽഫ ആണ് നമ്മൾ പറഞ്ഞിരിക്കുന്ന എയിലുള്ള വാൾസ്. സോ എക്സ് എലമെന്റ് ഓഫ് ഡബ്ല്യു ആൽഫ ഫോർ ഓൾ ആൽഫ എയിലുള്ള വാൾസിലൊക്കെ എക്സ് ഉണ്ട്. സോ എക്സ് ഇന്റർസെക്ഷൻ ഓഫ് വാൾസ് കറസ്പോണ്ടിങ് ടു ഇൻഡെക്സ് സെറ്റ് എ. അതാണ് നമ്മളുടെ ഗിവൺ കളക്ഷൻ ഓഫ് ഫാമിലി ഓഫ് വാൾസ്. എക്സ് എലമെന്റ് ഓഫ് ആ ഫാമിലി ഓഫ് വാൾസിലെല്ലാം എക്സ് ഉണ്ട്. എക്സ് എലമെന്റ് ഓഫ് ഇന്റർസെക്ഷൻ ഡബ്ല്യു ആൽഫ എന്നും അപ്പോൾ പറയാം. അപ്പോൾ വാൾസിന്റെ ഇന്റർസെക്ഷനില് ബോക്സിൽ നിന്ന് എടുക്കുന്ന പോയിന്റ് ഉണ്ട്. ഇതുപോലെ ബോക്സിൽ നിന്ന് പോയിന്റ് എടുത്താൽ ഇനി തിരിച്ച്, അതായത് എക്സ് എലമെന്റ് ഓഫ് റൈറ്റ് സൈഡിലെ സെറ്റ് എക്സ് എലമെന്റ് ഓഫ് ഇന്റർസെക്ഷൻ ആൽഫ എലമെന്റ് ഓഫ് എ ഡബ്ല്യു ആൽഫ. അത് നേരിട്ട് വേണമെങ്കിൽ ഇങ്ങനെ എഴുതാൻ കിട്ടും. ഇന്റർസെക്ഷനിൽ ഉണ്ടാവണമെങ്കിൽ എല്ലായിടത്തും ഉണ്ടാവണം. എക്സ് എലമെന്റ് ഓഫ് ഡബ്ല്യു ആൽഫ ഫോർ ഓൾ ആൽഫ എലമെന്റ് ഓഫ് എ. ഇതെടുത്തിട്ട് എക്സ് ബോക്സിലുണ്ട് എന്ന് നമുക്ക് പ്രൂവ് ചെയ്യണം. എന്നിട്ട് അപ്പൊ പോയിന്റ് കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് എക്സ് ഐയിലെ ഒരു പോയിന്റ് ആണ്. അപ്പൊ അതിന് ഇൻഡെക്സ് സെറ്റ് ഐയിലുള്ള അത്രയും കോർഡിനേറ്റ്സ് ഉണ്ട്. ആ പോയിന്റ് ബോക്സ് പ്രോഡക്റ്റ് സി ഐയിൽ അവിടെ ഇൻഡെക്സ് സെറ്റിലുള്ള അത്രയും കോർഡിനേറ്റ്സ് ഉണ്ട്. പ്രോഡക്റ്റ് സി ഐയിലുണ്ട് ഈ പോയിന്റ് എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. ഒരു പോയിന്റ് ഇങ്ങനെ ഒരു ബോക്സിൽ ഉണ്ടാവണമെങ്കിൽ ആ പോയിന്റിന്റെ കോർഡിനേറ്റ്സ് റെസ്പെക്റ്റീവ് സൈഡ്സിൽ ഉണ്ടാവണം എന്ന് നിങ്ങൾക്കറിയാം. അപ്പോൾ നമ്മളുടെ ഇൻഡെക്സിൽ കുറച്ച് എയിലുള്ള ഇൻഡെക്സ് ആണ്, എല്ലാം ക്യാപിറ്റൽ ഐയിലുള്ള ഇൻഡെക്സ് ആണ്. കുറച്ച് എയിലില്ലാത്തതും ഇൻഡെക്സ് ആയിട്ട് വരാം എന്ന് നമുക്ക് അറിയാം. അപ്പോൾ നമുക്കിനി ചെയ്യേണ്ടത് എക്സ് ഡബ്ല്യു ആൽഫയിൽ ഉണ്ടെന്നുള്ളത് ഉപയോഗിക്കാം. എക്സ് ഡബ്ല്യു ആൽഫ എന്ന് പറയുന്നത് പൈ ജെ ആൽഫ ഇൻവേഴ്സ് ഓഫ് ബി ജെ ആൽഫ ആണ്. എക്സ് എല്ലാ ഡബ്ല്യു ആൽഫയിലും ഉണ്ട് എന്നുള്ളതിന്റെ മീനിങ് നമുക്കിപ്പോ എഴുതാം. എന്താ, എക്സിന്റെ ജെത്ത് കോർഡിനേറ്റ് പൈ ജെ ഓഫ് എക്സ്, പൈ ജെ ആൽഫ ഓഫ് എക്സ് അതെവിടെയായിരിക്കും? ഡബ്ല്യു ആൽഫ പൈ ജെ ഇൻവേഴ്സ് ഓഫ് ബി ജെ ആൽഫ ആയതുകൊണ്ട് ബി ജെ ആൽഫ ഒഴികെ എല്ലാ സൈഡ്സും ഫുള്ളാ. നമ്മൾ ഈ പർട്ടിക്കുലർ ജെ ആൽഫയെ പറ്റി പറയുകയാണെങ്കിൽ പൈ ജെ ആൽഫ ഓഫ് എക്സ് എലമെന്റ് ഓഫ് അതെവിടെയാ? അത് ഷോർട്ടാണ്. പക്ഷെ സെറ്റ് എന്ന് പറയുന്ന ഡബ്ല്യു ആൽഫയിൽ എക്സ് ഉണ്ട്. അതിന്റെ ജെ ആൽഫത്ത് കോർഡിനേറ്റ് പൈ ജെ ആൽഫ ഇൻവേഴ്സ് ബി ജെ ആൽഫ, അത് ഓളാണ്, ബോക്സ് ആണ്. അതിന്റെ ജെ ആൽഫത്ത് സൈഡായ ബി ജെ ആൽഫയിൽ ഉണ്ട്. ഫോർ ഓൾ ആൽഫ എലമെന്റ് ഓഫ് എ എക്സ് എലമെന്റ് ഓഫ് ഡബ്ല്യു ആൽഫ മീൻസ് പൈ ജെ ആൽഫ എക്സ് എലമെന്റ് ഓഫ് ബി ജെ ആൽഫ ഫോർ ഓൾ ആൽഫ എലമെന്റ് ഓഫ് എ. ഇങ്ങനെ പല ബി ജെ ആൽഫകളുണ്ട്, പല ഓൾസ് ഉണ്ട്. അപ്പൊ എല്ലാത്തിന്റെ അകത്തും ജെത്ത് കോർഡിനേറ്റ് ബി ജെ ആൽഫയിൽ വരുന്ന പോലെയാണ് നമുക്കിപ്പോ കിട്ടുക. ഇംപ്ലൈസ് ഈ ബി ജെ ആൽഫകളുടെ ഇന്റർസെക്ഷൻ ആയിട്ടാണ് നമ്മൾ ഒരേ കോർഡിനേറ്റ് സ്പേസിൽ നിന്ന് ബി ജെ ആൽഫ പലതെടുത്തിട്ടുണ്ടെങ്കിൽ ബി ജെ ആൽഫയുടെ ഇന്റർസെക്ഷൻ ആയിട്ടാണ് നമ്മൾ സി ജെ പറയുക. എല്ലാ ബി ജെ ആൽഫയ്ക്കകത്തും ഈ കോർഡിനേറ്റ് ഉണ്ടെങ്കിൽ പൈ ജെ ആൽഫ ഓഫ് എക്സ് എന്ന് നമ്മൾ എഴുതി ഈ കോർഡിനേറ്റ് എല്ലാ ബി ജെ ആൽഫയ്ക്കകത്തും ഉണ്ടെങ്കിൽ പിന്നെ അതിന്റെ ഇന്റർസെക്ഷനായ സി ജെയിലും ഉണ്ട്. സി ജെ ഈക്വൽ ടു ഇന്റർസെക്ഷൻ, സി ജെ ഇന്റർസെക്ഷൻ ബി ജെ ആൽഫ ആണ്. ഇന്റർസെക്ഷൻ ഓഫ് ബി ജെ ആൽഫ ഈ ഡെഫിനിഷൻ. അതുകൊണ്ട് പൈ ജെ ആൽഫ എക്സ് സി ജെയിലുണ്ട്. ഇനി അല്ലാത്തടത്ത് ഫുൾ സ്പേസസ് ആണ് നമ്മുടെ കയ്യിലുള്ളത്. ഇങ്ങനെ അല്ലാത്ത ഇന്റർസെക്ഷൻ സി ജെ ആയിട്ട് നമ്മൾ ഡിഫൈൻ ചെയ്യാത്ത സി ജെ എന്നാ പറഞ്ഞിരിക്കുന്നത്? സി ജെ ഈക്വൽ ടു എക്സ് ജെ ആണ്. therefore പൈ ജെ ഓഫ് എക്സ് ഇതല്ലാത്ത ആണെങ്കിൽ ഫുൾ സ്പേസസ് ആ. പൈ ജെ ഓഫ് എക്സ് എലമെന്റ് ഓഫ് സി ജെ ഫോർ ഓൾ ജെ എലമെന്റ് ഓഫ് ഐ. ഇൻഡെക്സ് സെറ്റിൽ ഏത് പരിഗണിച്ചാലും എയിലുള്ള ഇൻഡെക്സ് ആണെങ്കിൽ ആ കറസ്പോണ്ടിങ് കോർഡിനേറ്റ് സി ജെയിലുണ്ട്. എയിലില്ലാത്ത ഇൻഡെക്സ് ആണെങ്കിൽ
അപ്പൊ നമ്മൾ പറഞ്ഞ സി ജെ എക്സ് ജെ ആയിട്ട് സെലക്ട് ചെയ്യണം. എക്സ് ജെയിൽ എല്ലാ കോർഡിനേറ്റ്സും വരും. ഫൈ ജെ ഓഫ് എക്സ് എലമെന്റ് ഓഫ് സി ജെ ഫോർ ഓൾ. ഇത് എയിൽ ഇല്ലാത്തതിന് വേണ്ടി എഴുതിയേക്കുന്ന ഇത്രയും ഭാഗം ശരിക്കും അല്ല സോറി എയിലുള്ളതിന് വേണ്ടി എഴുതിയേക്കുന്നു. എയിലില്ലാത്തതിന് സി ജെ ഈക്വൽ ടു എക്സ് ജെ ആണ്. ഫൈ ജെ ഓഫ് എക്സ് എലമെന്റ് ഓഫ് സി ജെ ഫോർ ഓൾ ജെ എലമെന്റ് ഓഫ് ഐ. അപ്പോ എക്സിന്റെ ജെത്ത് കോർഡിനേറ്റ്സ് ഒക്കെ സി ജെയിലാണ്. സി ജെയുടെ പ്രോഡക്റ്റ് ആയിട്ടാണ് ബോക്സ് ബി ഫോം ചെയ്തിരിക്കുന്നത്. ജെത്ത് കോർഡിനേറ്റ് എല്ലാം സി ജെയിലായിട്ടുള്ള പോയിന്റ് എക്സ് എന്ന് പറഞ്ഞാൽ എന്നായിരിക്കും? പ്രോഡക്റ്റ് സി ജെയിലായിരിക്കും. പ്രോഡക്റ്റ് സി ജെ പ്രോഡക്റ്റ് സി ജെ എന്നല്ല, പ്രോഡക്റ്റ് സി ഐ എന്ന് നമുക്ക് എഴുതാം അല്ലെ. സി ജെ ഐ ജെ കറസ്പോണ്ടിങ് കോർഡിനേറ്റ്സിനെ സൂചിപ്പിക്കാൻ വേണ്ടി നമ്മൾ എഴുതുന്നുള്ളൂ. അപ്പോ എക്സ് പ്രോഡക്റ്റ് സി ജെയിൽ എഴുതുന്നതിന് തെറ്റൊന്നുമില്ല. ജെ എലമെന്റ് ഓഫ് ഐ ആയാൽ മതി. നമ്മളിപ്പോ പ്രോഡക്റ്റ് സി ഐ എന്ന് എഴുതുന്നു. പ്രോഡക്റ്റ് സി ഐ. എക്സ് പ്രോഡക്റ്റ് സി ഐയിലുണ്ട്. പ്രോഡക്റ്റ് സി ഐ എന്ന് പറയുന്നതല്ല ബി. എക്സ് ബിയിലുണ്ട്. എക്സ് ഇന്റർസെക്ഷൻ ഡബ്ല്യു എൽ ഫൈ എന്ന് എടുത്താ എക്സ് ബിയിലുണ്ട്. ഈ സൈഡിൽ നിന്ന് പോയിന്റ് എടുത്താൽ ഇവിടെ ഉണ്ട്. തിരിച്ചും നമ്മൾ പ്രൂവ് ചെയ്തായിരുന്നു. എക്സ് ബിയിലുണ്ടെങ്കിൽ എക്സ് ഇന്റർസെക്ഷൻ ഓഫ് ഹോൾസിലുണ്ട്. എക്സ് ഇന്റർസെക്ഷൻ ഓഫ് ഹോൾസിലുണ്ടെങ്കിൽ എക്സ് ബിയിലുണ്ട്. അപ്പൊ ഇന്റർസെക്ഷൻ ഓഫ് ഹോൾസ് നമ്മൾ പറയുന്നത് ഈ സെറ്റുകൾ ഈക്വൽ ആണ്. നമ്മളെടുത്ത ഹോൾസിന്റെ ഇന്റർസെക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇങ്ങനെ ഫോം ചെയ്ത ഈ ബോക്സ് തന്നെയാണ്. പ്രോഡക്റ്റ് സി ഐ ആണ്. എല്ലാ ഇൻഡീസസും നമ്മളെടുത്ത ഹോൾസിൽ വരണം എന്ന് നിർബന്ധമില്ല. നമ്മൾ ബോക്സ് ഫോം ചെയ്യാൻ ഒരു പ്രത്യേക ടെക്നിക്ക് ഉപയോഗിച്ചു. ഇവിടെ കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് ഫോം ചെയ്യാൻ ഉപയോഗിച്ച ഇൻഡീസസിൽ എല്ലാം വരണമെന്നില്ല. പക്ഷെ പലതും റിപ്പീറ്റ് ചെയ്ത് വരാം. ഒരേ സ്പേസിൽ നിന്ന് തന്നെ സെറ്റുകൾ എടുത്തിട്ട് ഹോൾസ് പലത് ഫോം ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരേ സ്പേസിൽ നിന്ന് എടുത്ത ആ സെറ്റുകളുടെ ഇന്റർസെക്ഷൻ നമ്മൾ ആ സ്പേസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സൈഡ് ഫോം ചെയ്യും. ഇനി അങ്ങനെ ആരും ഇല്ലാന്ന് വന്നാല് ആ സി ജെയെ നമ്മൾ എക്സ് ജെ ആയിട്ട് സെറ്റ് ചെയ്യും. അങ്ങനെ നമ്മൾ ഫോം ചെയ്ത ബോക്സ് ആണ് ഈ ഹോൾസിന്റെ. എല്ലായിടത്തും സൈഡ് ഉണ്ടാക്കണം. സൈഡ് ഇല്ലാതെ വന്ന ഇവിടുന്ന് സൈഡ് ഇല്ലാതെ വന്ന നമ്മുടെ ഹോൾസിൽ നിന്ന് സൈഡ് ഇല്ലാതെ വന്നാൽ നമ്മൾ ഫുൾ സ്പേസിന് എടുക്കും. അങ്ങനെ ഉണ്ടാക്കിയ ഈ ബോക്സ് ആണ് നമുക്ക് തന്നിരുന്ന ഫാമിലി ഓഫ് ഹോൾസിന്റെ ഇന്റർസെക്ഷൻ എന്ന് പ്രൂവ് ചെയ്യാൻ സാധിച്ചു. സോ എ സബ്സെറ്റ് ഓഫ് എക്സ് ഈസ് എ ബോക്സ് ഇഫ് ആൻഡ് ഓൺലി ഇഫ് ഇറ്റ് ഈസ് ഇന്റർസെക്ഷൻ ഓഫ് ഫാമിലി ഓഫ് ഹോൾസ്. അടുത്തതിന്റെ പ്രൂഫ് സബ്സെറ്റ് ഓഫ് എക്സ് ഈസ് എ ലാർജ് ബോക്സ് if and only if it is intersection of finite number of holes. അത് പ്രൂവ് ചെയ്യാൻ വേണ്ടി ഇതിനോട് സിമിലർ ആണ്. ലാർജ് ബോക്സിൽ ഫൈനൈറ്റ് നമ്പർ ഓഫ് സൈഡ്സേ ഫുൾ അല്ലാത്തുള്ളൂ. അവരെ മാത്രം പരിഗണിച്ചുകൊണ്ട് നമുക്ക് പ്രൂഫ് കംപ്ലീറ്റ് ചെയ്യാം. ഈസിയാണ്, തനിയെ ചെയ്യാവുന്നതേ ഉള്ളൂ. നമുക്ക് ട്രൈ ചെയ്യാം. ഓക്കെ, താങ്ക് യു.